Hi dears, good morning. Today we discuss another topic of international business. The topic is related to importing, the import procedure and the document needed for importing. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ് ഇമ്പോർട്ട് പ്രൊസീജിയർ. നമ്മുടെ രാജ്യത്തേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തെല്ലാമാണെന്നും അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട രേഖകളെ കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. വാട്ട് ഡു മീൻ ബൈ ഇമ്പോർട്ടിംഗ്? Importing means buying goods from foreign countries. First we discuss about the import procedure. What are the steps included in import? ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്തെല്ലാമാണെന്നാണ്. The first step is trade inquiry. The first thing is the importer has to do is to gather information about the countries and firms which export the given product. ഇറക്കുമതിക്കാരൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ഇറക്കുമതി ചെയ്യേണ്ട സാധനങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുക, ഏത് രാജ്യത്ത് നിന്നാണ് ലഭിക്കുക, അതല്ലെങ്കിൽ ഏത് രാജ്യത്താണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുക, ഏത് രാജ്യത്ത് നിന്നാണ് ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് എവിടെ നിന്നാണ് ഇറക്കുമതി ചെയ്യാൻ കഴിയുക എന്നുള്ളതൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടറുടെ ആദ്യത്തെ നടപടി എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ട്രേഡ് ഇൻക്വയറി. The importer has to gather information about the countries and firms which export the given product. For this purpose, the importer approaches the export firms with the help of trade inquiry. ഓരോ രാജ്യത്തും അവർ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തിയിട്ട് ആ ഓരോ പ്രോഡക്റ്റും അതിൻ്റെ ഗുണനിലവാരവും അതിൻ്റെ വിലയും ഒക്കെ അന്വേഷിച്ചറിയുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. Then the second step is obtaining import license. എക്സ്പോർട്ടറുടെ കാര്യത്തിലാണെങ്കിൽ എക്സ്പോർട്ടർ എന്ത് ചെയ്യണം? എക്സ്പോർട്ട് ലൈസൻസ് സംഘടിപ്പിക്കണം. അതേപോലെ ഇമ്പോർട്ടറുടെ കാര്യമാണെങ്കിൽ ഇമ്പോർട്ടർ എന്ത് ചെയ്യണം? അയാൾക്ക് വേണ്ട സാധനങ്ങൾ എവിടെയാണെന്നല്ല, ഏത് രാജ്യത്തു നിന്നാണ് കിട്ടുക എന്നൊക്കെ അയാൾ കണ്ടെത്തി. അത് കഴിഞ്ഞാൽ അയാൾ ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്ത്? ഇമ്പോർട്ട് ലൈസൻസ് സംഘടിപ്പിക്കുക എന്നുള്ളത്. The importer has to get registered with the Directorate General Foreign Trade or the Region Import-Export Licensing Authority and obtain the Import-Export Code IEC number. നമ്മൾ എക്സ്പോർട്ട് ലൈസൻസ് നേടിയെടുക്കുന്ന സമയത്തും പ്രധാനമായിട്ട് നോട്ട് ചെയ്തൊരു കാര്യമായിരുന്നു എന്ത്? IEC നമ്പർ, ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പർ. അതേപോലെ ഇമ്പോർട്ടർക്കും ഇമ്പോർട്ട് ലൈസൻസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താവശ്യമാണ്? IEC നമ്പർ, ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പർ അയാൾക്ക് ആവശ്യമാണ്. ഈ ഇമ്പോർട്ട് ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ ഡയറക്റ്റ് ജനറൽ ഫോറിൻ ട്രേഡ് ഏജൻസിയിൽ നിന്നോ അതല്ലെങ്കിൽ റീജിയണൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസിങ് അതോറിറ്റിയിൽ നിന്നോ IEC നമ്പർ അയാൾ ഈ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഒബ്റ്റെയിനിങ് ഫോറിൻ എക്സ്ചേഞ്ച്. ഇൻ ഇന്ത്യ ഓൾ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് ആർ റെഗുലേറ്റഡ് ബൈ ദി എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് RBI. ഇന്ത്യയിലെ എല്ലാ തരത്തിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? RBIയുടെ എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫോറിൻ എക്സ്ചേഞ്ച് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടർ ചെയ്യേണ്ട കാര്യം എന്താണ്? ടു ഗെറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് ദ ഇമ്പോർട്ടർ ഹാസ് ടു മേക്ക് ആൻ അപ്ലിക്കേഷൻ ടു എ ബാങ്ക് ഓതറൈസ്ഡ് ബൈ RBI ടു ഇഷ്യൂ ഫോറിൻ എക്സ്ചേഞ്ച്. RBI രജിസ്റ്റർ ഇന്ത്യയിലെ ഇറക്കുമതിയും കയറ്റുമതിയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഇമ്പോർട്ടറും എന്ത് ചെയ്യണം? ഇന്ത്യക്കകത്താണെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്താണോ ആ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കിൽ ഓതറൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയിട്ട് എന്ത് ചെയ്യണം?
ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം, ഫോറിൻ എക്സ്ചേഞ്ച് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്ലേസിംഗ് ഓർഡർ ഓർ ഇൻറ്റൻറ്റ്. ആഫ്റ്റർ ഒബ്റ്റൈനിങ് ദ ഇമ്പോർട്ട് ലൈസൻസ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച്, ദ ഇമ്പോർട്ടർ പ്ലേസ് ആൻ ഇമ്പോർട്ട് ഓർഡർ ഓർ ഇൻറ്റൻറ്റ് വിത്ത് എക്സ്പോർട്ടർ. ഇമ്പോർട്ട് ലൈസൻസും ഫോറിൻ എക്സ്ചേഞ്ചും കിട്ടിക്കഴിഞ്ഞാൽ ഇറക്കുമതിക്കാരൻ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പാണ് എന്ത്? ആ ഇമ്പോർട്ടർക്ക് ഏത് എക്സ്പോർട്ടറുടെ കയ്യിൽ നിന്നാണോ വിലയും അതിൻ്റെ ക്വാണ്ടിറ്റിയും സാറ്റിസ്ഫൈഡ് ആകുന്നത് അയാൾക്ക് ഓർഡർ കൊടുക്കണം. ഒരുപാട് എക്സ്പോർട്ടേഴ്സ് ഉണ്ടാവും. ചില എക്സ്പോർട്ടറുടെ കയ്യിൽ വില കൂടുതലാവും, ചില എക്സ്പോർട്ടേഴ്സിൻ്റെ പ്രോഡക്റ്റിന് ക്വാളിറ്റി കുറവാവും. അങ്ങനെ ഏത് എക്സ്പോർട്ടറുടെ കയ്യിലുള്ള പ്രോഡക്റ്റിനാണോ ഇയാളുടെ ഇമ്പോർട്ടറുടെ വിലയും അയാൾ ആഗ്രഹിച്ച ക്വാണ്ടിറ്റിയും തമ്മിൽ സാറ്റിസ്ഫൈഡ് ആകുന്നത് ആ എക്സ്പോർട്ടറുടെ കയ്യിലേക്ക് അയാൾ ഓർഡർ കൊടുക്കുന്നതാണ് എന്ത്? ഓർഡർ ഓർ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഒബ്റ്റെയിനിങ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അടുത്ത സ്റ്റെപ്പാണ് ഇത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ദ ഇമ്പോർട്ടർ ഷുഡ് ഒബ്റ്റെയിൻ ദ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഫ്രം ഹിസ് ബാങ്ക് ആൻഡ് ഫോർവേഡ് ടു എക്സ്പോർട്ടർ. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആര് തയ്യാറാക്കേണ്ടതാണ്? ഇമ്പോർട്ടർ തയ്യാറാക്കേണ്ടതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താണ് നമ്മൾ പറഞ്ഞത്? എക്സ്പോർട്ടർക്ക് അതല്ലെങ്കിൽ ഇമ്പോർട്ടറുടെ ബാങ്ക് എക്സ്പോർട്ടർക്ക് പണം നൽകാമെന്ന് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഇത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അപ്പോൾ ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ട ആൾ ആരാണ്? ഇമ്പോർട്ടറാണ്. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻസ്. ദ ഇമ്പോർട്ടർ ഷുഡ് മേക്ക് അറേഞ്ച്മെൻറ്റ് in advance to pay the exporter on arrival of goods at the port. എക്സ്പോർട്ടർക്ക് എക്സ്പോർട്ട് ചെയ്ത സാധനങ്ങൾ സീപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് ഇമ്പോർട്ടർ എന്ത് ചെയ്ത് കൊടുക്കണം? അഡ്വാൻസ് ആയിട്ട് അയാൾക്ക് പണം അയച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പണം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടറുടെ അടുത്ത ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് receipt of shipment advice. After loading the goods on ship, the exporter dispatch the shipment advice to importer. കയറ്റുമതിക്കാരൻ അതല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾ പ്രോഡക്റ്റുകളൊക്കെ ഷിപ്പിൽ കയറ്റി കഴിഞ്ഞതിന് ശേഷം ഷിപ്മെൻറ്റ് അഡ്വൈസ് ഇറക്കുമതിക്കാരന് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇറക്കുമതിക്കാരൻ എന്ത് ചെയ്യണം? ആ ഷിപ്മെൻറ്റ് അഡ്വൈസ് സ്വീകരിക്കണം. കയറ്റുമതി ചെയ്യുന്ന ആൾ അഥവാ എക്സ്പോർട്ടർ സാധനങ്ങൾ ഷിപ്പിൽ കയറ്റി എന്ന് ഉറപ്പ് നൽകുന്ന രേഖയാണ് ഏത്? ഷിപ്മെൻറ്റ് അഡ്വൈസ്. അപ്പോൾ ഷിപ്മെൻറ്റ് അഡ്വൈസ് എക്സ്പോർട്ടർ കൊടുത്ത അഡ്വൈസ് സ്വീകരിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ദെൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് സ്വീകരിക്കുക. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു ഇമ്പോർട്ടറും എക്സ്പോർട്ടറും തയ്യാറാക്കേണ്ട റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ് എന്ത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ എക്സ്പോർട്ടർ തയ്യാറാക്കിയ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആര് സ്വീകരിക്കണം? ഇമ്പോർട്ടർ സ്വീകരിക്കണം. ഇൻ്റർനാഷണൽ ട്രേഡ് സുരക്ഷിതമാക്കാൻ വേണ്ടി പണമിടപാടിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ദെൻ അറൈവൽ ഓഫ് ഗുഡ്സ്. സാധനങ്ങൾ സ്വീകരിക്കുക. ദ പേഴ്സൺ ഇൻചാർജ് ഓഫ് ദ ഷിപ്പ് ഇൻഫോം ദ ഓഫീസർ ഇൻചാർജ് അറ്റ് ദ ഡോക്ക് അബൌട്ട് ദ അറൈവൽ ഓഫ് ഗുഡ്സ്. സാധനങ്ങൾ ഇറക്കുമതിക്കാരൻ്റെ അഥവാ ഇറക്കുമതിക്കാരൻ ഏർപ്പെടുത്തിയ ഒരു ഏജൻറ്റ് എന്ത് ചെയ്യും? സീപോർട്ടിലെത്തിയിട്ട് അയാൾ ഷിപ്പിലെ ആളോട് അയാളുടെ ഈ ഇറക്കുമതിക്കാരൻ്റെ സാധനങ്ങളൊക്കെ ഇറക്കാൻ ആവശ്യപ്പെടും. അതനുസരിച്ച് ആ കപ്പലിലെ ഓഫീസർ അവരുടെ ഇമ്പോർട്ട് ചെയ്ത ആ ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ അവർക്ക് ഇറക്കി കൊടുക്കുകയും അതേ സ്പോട്ടിൽ തന്നെ ഈ ഇമ്പോർട്ടറെ വിവരം അറിയിക്കുകയും ചെയ്യും. ഇമ്പോർട്ടർ നേരിട്ടിട്ടല്ല സാധനങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി വരിക, അയാൾ ഒരു ഏജൻറ്റിനെ പറഞ്ഞയക്കുക ചെയ്യുക. അപ്പോൾ ഈ ഏജൻറ്റ് എന്ത് ചെയ്യും? ഷിപ്പിലെ ഓഫീസറോട് ചോദിക്കും
എന്നിട്ട് ചരക്ക് ഇറക്കാൻ പറയും. അങ്ങനെ അയാൾ പറഞ്ഞതനുസരിച്ചിട്ട് ഷിപ്പിൽ ഓഫീസർ ചരക്ക് ഇറക്കി കൊടുക്കുകയും നിങ്ങളുടെ ചരക്ക് ഇന്ന ആൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ആ ഇമ്പോർട്ടറെ, ആ ഇറക്കുമതിക്കാരനെ അറിയിക്കുകയും ചെയ്യും. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് കസ്റ്റംസ് ക്ലിയറൻസ്. കസ്റ്റംസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഓൾ ദ ഗുഡ്സ് ആർ ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ഹാവ് ടു പാസ് ത്രൂ കസ്റ്റംസ് ക്ലിയറൻസ്. ഇന്ത്യക്കകത്തുള്ള എല്ലാ സാധനങ്ങളും കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതും കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞിട്ടുള്ളൂ. അഥവാ എക്സ്പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, എല്ലാ ഡോക്യുമെൻസും അവർ പരിശോധിച്ച ശേഷം എല്ലാ പേയ്മെൻറ്റും നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർ കസ്റ്റംസ് ക്ലിയറൻസിൻ്റെ ആ ഒരു ബില്ല് അവർക്ക് കൊടുക്കുകയുള്ളൂ. അതേപോലെ ഇറക്കുമതി ചെയ്യുന്ന സമയത്തും ഇറക്കുമതിക്കാരൻ എല്ലാ ഡോക്യുമെൻസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്നും ചരക്കുകളുടെ ഗുണനിലവാരമൊക്കെ നോക്കിയിട്ടാണ് ചരക്ക് ഇറക്കുമതിക്കാരന് കൈമാറ്റം ചെയ്യുള്ളൂ. ദ നെക്സ്റ്റ് വി ലേൺ അബൌട്ട് ദ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് റിലേറ്റഡ് ടു ഇമ്പോർട്ട്. ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രേഖകൾ എന്തെല്ലാമാണെന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും 8 ഡോക്യുമെൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ട്രേഡ് ഓഫ് എൻക്വയറി, പ്രൊഫോമ ഓഫ് ഇൻവോയ്സ്, ഇമ്പോർട്ട് ഓർഡർ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഷിപ്മെൻറ്റ് അഡ്വൈസ്, ബിൽ ഓഫ് ലേഡിംഗ്, എയർവേ ബിൽ, ബിൽ ഓഫ് എൻട്രി. ഇത് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ കയറ്റുമതി ചെയ്യുന്ന സമയത്തും ഉപയോഗിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സാണ്. അപ്പോൾ ഈ ഇറക്കുമതി ചെയ്യുന്ന സമയത്തുള്ള ഡോക്യുമെൻറ്റ്സും കയറ്റുമതി ചെയ്യുന്ന സമയത്തുള്ള ഡോക്യുമെൻറ്റ്സും എന്താണ്, സെയിം ആണ്. അപ്പോൾ നമ്മൾ കയറ്റുമതി ചെയ്യുന്ന സമയത്തുള്ള ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചുള്ള ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സെയിം ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സമയത്തും ഉപയോഗിക്കുന്നത്. ട്രേഡ് ഓഫ് എൻക്വയറി. ട്രേഡ് ഓഫ് എൻക്വയറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിട്ടൺ ഡോക്യുമെൻറ്റ് റിക്വസ്റ്റ് ബൈ ആൻ ഇമ്പോർട്ടിംഗ് ഫേം ടു എക്സ്പോർട്ടർ. ട്രേഡ് എൻക്വയറി എന്ന് പറഞ്ഞാൽ ആ സാധനങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്. നമ്മൾ എക്സ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞത് ഡോക്യുമെൻറ്റ് റിലേറ്റഡ് ടു ഗുഡ്സ്, ഡോക്യുമെൻറ്റ് റിലേറ്റഡ് ടു ഷിപ്മെൻറ്റ്, ഡോക്യുമെൻറ്റ് റിലേറ്റഡ് ടു പേയ്മെൻറ്റ്. ഈ 3 തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സും ഇമ്പോർട്ടിൻ്റെ കാര്യത്തിലും സെയിം ആണ്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് തന്നെ ഇമ്പോർട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ഫസ്റ്റ് വൺ trade inquiry, second one proforma of invoice, third one import order or intent, then letter of credit, shipment advice, bill of lading, airway bill, bill of entry. ഇത്രയും ഡോക്യുമെൻസിനെ കുറിച്ചും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള സെയിം ഡോക്യുമെൻ്റാണ്, അതിൻ്റെ നോട്ട്സ് സെയിം നോട്ടാണ്. അതുകൊണ്ട് ആ നോട്ട്സ് ഇനി എഴുതണമെന്നില്ല കേട്ടോ. Okay.